കോച്ചിങ് ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡുവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വാനമ്പാടി എന്നും കൂടി അറിയപ്പെടുന്നതാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നുകൂടി അറിയപ്പെടുന്ന ഒരാളാണ് സരോജിനി നായിഡു. ഇനി നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആരാണ്? കേരള സിംഹം എന്ന നോവല് എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ ആണ് കേരള സിംഹം എന്ന നോവൽ എഴുതിയത്. സർദാർ KM പണിക്കർ ആണ് കേരള സിംഹം എന്ന നോവൽ എഴുതിയത്. നർമ്മദ നദി ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ്. നർമ്മദ നദി ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ്. വേണമെങ്കിൽ തിരിച്ചു വേണം ചോദിക്കാം. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ നദി എന്ന് ആൻസർ ചെയ്യണം. ഇനി അടുത്ത ചോദ്യം, 1951 ആണ് ആദ്യ ദേശീയ ഗെയിംസ് നടന്നത്. 1951 ആദ്യ ദേശീയ ഗെയിംസ് നടന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ കായിക രംഗത്തെ ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? ഇന്ത്യൻ കായിക രംഗത്തെ ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? വളരെ എല്ലാ PSC ചോദ്യങ്ങൾക്കും ചോദിക്കുന്ന ചോദ്യമാണത്. ഇന്ത്യൻ കായിക രംഗത്തെ ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. ഓർമ്മയിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം, 2026 ഹരിവരാസനം അവാർഡിന് അർഹനായത് ആരാണ്? ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം. 2026 ഹരിവരാസനം അവാർഡിന് അർഹനായത് ആരാണ്? തിരുവിഴ ജയശങ്കർ ആണ് 2026 ഹരിവരാസനം അവാർഡിന് അർഹനായത്. തിരുവിഴ ജയശങ്കർ. അദ്ദേഹം നാദസ്വര കലാകാരനായിരുന്നു. അതും കൂടി ഓർമ്മ വെച്ചോളൂ. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം, നാളത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. അതിന് നിങ്ങൾ നാളെ ഉത്തരം പറയണം. ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച തദ്ദേശീയ ആന്റി ഡ്രോൺ ഗ്രിഡിന്റെ പേര് പറയാമോ? ഞാൻ ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച തദ്ദേശീയ ആന്റി ഡ്രോൺ ഗ്രിഡിന്റെ പേര് പറയാമോ? നാളെ നിങ്ങൾ ആൻസർ ചെയ്യണം. ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.